ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നരേന്റെ തറവാട്ട് പറമ്പുള്ള ആ ഒരു പഴയ ഹൗസിലേക്ക് കാവേരിയും ശാരദാമ്മയും വിനീതും ഗംഗയൊക്കെ താമസം മാറുമ്പോൾ അവരുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയെങ്കിലും തങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം. വല്ലാതെ കിതക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് ശാരദ വീടിന്റെ പടി കയറിയത്. അങ്ങനെ കയ്യിലുള്ള ഭാണ്ഡങ്ങളും പാത്രങ്ങളൊക്കെ താഴെ വെച്ച് ശാരദ പതുക്കെ മുൻവാതിലങ്ങ് തുറന്നു. അകത്തേക്ക് കാലെടുത്ത് വെക്കാൻ തുനിഞ്ഞ ശാരദയുടെ നെഞ്ചിലൂടെ ഒരു കുള്ളിയാൽ മിന്നി. അവരുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഇരുട്ട് നിറഞ്ഞ ആ ഒരു ഹാളിൽ ഒരു കസേരയിൽ കാലുമേ കാലി കയറ്റിയിരിക്കുന്ന ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ വെള്ളി തിളക്കമുള്ള ഒരു വലിയ വെട്ടുകത്തിയുമുണ്ട്. എന്താമേ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? പുറകിൽ നിന്നും കാവേരിയുടെ ശബ്ദം കേട്ടുവെങ്കിലും ശാരദയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഭയം കൊണ്ട് അവരുടെ ശരീരം വിറച്ചു. ശാരദയുടെ അന്താളിപ്പ് കണ്ട് സംശയത്തോടു കൂടെ തന്നെ കാവേരി മുന്നോട്ട് അകത്തേക്ക് വന്നു. അകത്തേക്ക് നോക്കിയ കാവേരിയും ഒരു നിമിഷം അങ്ങ് തറഞ്ഞു നിന്നുപോയി. ജയബാലൻ, തങ്ങളുടെ ജീവിതം നശിപ്പിച്ച അച്ഛൻ്റെ ചോരപ്പുരണ്ട കൈകളിലെ ആ ഒരു ക്രൂരൻ. അന്ധകാരത്തിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് ജയബാലൻ അവരുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. കത്തിയുടെ വായ്ത്തലക്കൽ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് തന്നെ തള്ളയും മക്കളും ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാം. അല്ലാതെ ഇവിടെ കയറി പാർക്കാനാണ് ശ്രമമെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ നിങ്ങളെ ബാക്കി വെച്ചേക്കില്ല. ശാരദയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. എന്നാൽ കാവേരിയുടെ ഭാവം മറ്റൊന്നായിരുന്നു. ഭയത്തിന് പകരം അവളുടെ കണ്ണിൽ വെറുപ്പും ദേഷ്യവും ഇരിച്ചു കയറി. അവൾ ജയബാലന്റെ മുഖത്തേക്ക് നോക്കി ഉറച്ച സ്വരത്തിൽ തന്നെ ചോദിച്ചു, അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ജയബാല? ഞങ്ങൾ എവിടെ താമസിക്കണം, എന്ത് ചെയ്യണം, എന്തൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അതൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാരാ? ജയബാലൻ പുച്ഛത്തോടു കൂടെ തന്നെ അവളെ നോക്കി. പറയുന്നത് കേട്ടില്ലേ? മര്യാദയ്ക്ക് ഇവിടെ നിന്നും കൂടും കിടക്കയുമെടുത്ത് സ്ഥലം വിട്ടോളണം. നിങ്ങൾക്കൊന്നും ഒരിടത്തും ഒരു ഗതിയും ഉണ്ടാവാൻ പോകുന്നില്ല. പല ഗതിയില്ലാതെ നീയൊക്കെ ഇങ്ങനെ തെരുവിലൂടെ അലഞ്ഞിത്തിരിക്കുന്ന ആ ഒരു കാഴ്ച എനിക്ക് കാണണം. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചതിൽ പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചവനാ ഞാൻ. കുറേ അധികം ഭീഷണികളും ശാപവാക്കുകളും ചുരിഞ്ഞതിന് ശേഷം തൻ്റെ കയ്യിലുള്ള ആ ഒരു കത്തിയൊന്ന് ചുറ്റി നോക്കി കാവേരി ശാരദയെ രൂക്ഷമായി നോക്കിക്കൊടുത്തിട്ട് ജയബാലൻ അവിടെ നിന്നും പോവാണ്. അയാൾ പോയപ്പോൾ ശാരദ തളർന്നങ്ങ് താഴേക്ക് വീണു. വിനീതും ഗംഗയും ഓടി വന്ന് ശാരദയെ താങ്ങി പിടിച്ചു. ഇനി എന്ത് ചെയ്യും മക്കളെ നമ്മൾ? അവൻ ഇവിടെയും വന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയല്ലോ, ശാരദ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നമ്മൾ എന്തിനാ അമ്മയെ പേടിക്കുന്നത്? കാവേരി അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ എന്താണെങ്കിലും ഇവിടെ നമ്മളെ ഇടയ്ക്ക് വിടാനൊന്നും പോകുന്നില്ല. എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അല്ല മോളെ, ഇനിയിപ്പോൾ അയാൾ വന്ന് പ്രശ്നമുണ്ടാക്കിയാലോ? എനിക്ക് നല്ല ഭയമുണ്ട്. ജയപാലിനെ കുറിച്ച് നിനക്കറിയാമല്ലോ. എന്ത് ചെയ്യാനും മടിക്കാത്ത ദുഷ്ടനാ അവൻ. എൻ്റെ അരവിന്ദേട്ടനെ വരെ കൊന്നവനാ. ശാരദയുടെ വാക്കുകൾ തൊണ്ടയിലിററി. ഭർത്താവിൻ്റെ ഓർമ്മകൾ ആ പാവസ്ത്രീയുടെ നെഞ്ചങ്ങ് തകർത്തു. അയാൾ ഇനി വരട്ടെ അമ്മേ. കാവേരിയുടെ സ്വരത്തിൽ ആ ഒരു അസാമാന്യമായ ധൈര്യമുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നും എവിടേക്കും പോകുന്നില്ല. അയാൾ എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇവിടെ തന്നെ നമ്മൾ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ കളി കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പേടിച്ചോടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടം വരെ ഓടും? അങ്ങനെ എക്കാലവും പേടിച്ചോടാൻ പറ്റുന്ന കാര്യമാണോ ഇത്? കാവേരിയുടെ ചോദ്യം എല്ലാവർക്കും പുതിയൊരു ഊർജ്ജം നൽകി. അത് ശരിയാണെന്ന് വിനീതും പറഞ്ഞു. കാവേരി പറഞ്ഞത് അമ്മേ സത്യം. മിക്കവാറും നമുക്ക് ഒരിടത്തും ഒരു വീടും ശരിയാവാത്തതിന് കാരണം ഈ ജയബാലൻ തന്നെയായിരിക്കും. അയാളായിരിക്കും നമ്മൾ പോകുന്നിടത്തെല്ലാം വന്ന് എല്ലാം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഒളിച്ചോട്ടമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് വീട്ടിലേക്ക് പെരുക്കി വെക്കാനും തുടങ്ങി. ആ വീടിൻ്റെ ഉൾഭാഗം പഴയ രീതിയിലുള്ളതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തടി കൊണ്ടുള്ള തൂണുകളും വിശാലമായ മുറികളും. കാവേരി ഓരോ മുറികളായി തുറന്നു നോക്കി. അങ്ങനെ വീടും ചുറ്റുപാടൊക്കെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ഇടനാഴിലെ അറ്റത്തെത്തിയപ്പോൾ അവളുടെ കാലുകൾ അങ്ങ് നിശ്ചലമായി. അവിടെ ഒരു മുറി അടഞ്ഞു കിടക്കുന്നു. വെറും ഒരു അടഞ്ഞ വാതിലല്ലായിരുന്നു അത്. ആ വാതിലിന് കുറുകെ മഞ്ഞയും ചുവപ്പും കലർന്ന കുറേ അധികം തുണിക്കെട്ടുകളൊക്കെ കെട്ടിവെച്ചിരിക്കുന്നു. എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതിയ തുണിക്കെട്ടുകൾ അവിടെ തറച്ചിട്ടുണ്ട്. എന്തോ വലിയൊരു ദുശക്തി പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ബന്ധിച്ചിരിക്കുന്നത് പോലെ തോന്നാണ് അവൾക്ക്. കാവേരിക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ പതിയെ ആ വാതിൽ കെട്ടിട്ട് പൂട്ടിലേക്ക് അങ്ങ് കൈ നീട്ടി. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നും ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. കഴുത്തിന് പിന്നിലൂടെ ഒരു തണുത്ത കാറ്റ് കടന്നു പോകുന്നത് പോലെ കാവേരിക്ക് അനുഭവപ്പെട്ടു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല. ശൂന്യമായ ഇടനാഴി മാത്രം. ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവൾ തിരിഞ്ഞു നോക്കി നേരെ ശാരദയുടെ അടുത്തേക്ക് വന്നു. അമ്മേ, അവിടെ ഒരു മുറി തുറക്കാതെ കിടക്കുന്നല്ലോ, കിതപ്പോടുകൂടെ കാവേരി പറഞ്ഞു. അത് കേട്ട് വിനീത് ഇടപെട്ടു. അല്ല, നീ എന്തിനാ അങ്ങോട്ടൊക്കെ നോക്കാൻ പോയത്? ഇനി വല്ല പ്രേതമോ മറ്റോ തെളിച്ചിരിക്കുന്ന മുറിയാണെങ്കിലോ അത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ? പ്രേതത്തെയോ? കൊള്ളാം. ഗംഗ ഇടപെട്ടു. ഇനിയിപ്പോൾ ഭൂതവും പ്രേതവും ഒന്നും വന്നിട്ടില്ലെന്നും ഒരു കാര്യമില്ല. നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. വേറെ വീടെടുത്ത് താമസം മാറുമെന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്താണെങ്കിലും ഇവിടെ തന്നെ നിൽക്കാം, അത്രമാത്രം. അത് ശരിയാണെന്ന് ശാരദയെ സമ്മതിച്ചു. ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇങ്ങനെ ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല. ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പവുമല്ല. പിന്നെ ഈ വീടിൻ്റെ വാടകയും കുറവാണ്. അതാണ് ഏക സമാധാനം.
എല്ലാവരും അതോട് സമാധാനിച്ചു. കുറച്ച് കഴിഞ്ഞ് വിനീത് പറഞ്ഞു, ഞാൻ പുറത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ. അവൻ പതിയെ മുറ്റത്തേക്ക് പോവാണ്. കാവേരിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തന്നെ ആരോ പിന്തുടരുന്നത് പോലെ ആ അടഞ്ഞ മുറിയുടെ രഹസ്യം അവളുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങി വിനീത് കണ്ടത് ഗേറ്റിൽ കിടന്ന് ഗർവോട് നടന്നു വരുന്ന ജയപാലിനെയാണ്. ജയപാലിന്റെ വരവ് കണ്ടപ്പോൾ വിനീത് വേഗത്തിൽ തിരിഞ്ഞ് അകത്തേക്ക് നോക്കി. ശാരദയും കാവേരിയും വിളിച്ചു. അവരെല്ലാവരും പരിഭ്രമത്തോട് പുറത്തേക്ക് വന്നു. ഇതേ സമയം തന്നെ ആ തറവാടിന്റെ യഥാർത്ഥ അവകാശിയായ രഘുനാഥനും അംബികാമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ജയപാലൻ തന്റെ ഭീഷണി തുടങ്ങിക്കൊണ്ടിരുന്നു. എടാ, നിന്നോടൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. ഓ, അപ്പോൾ നിനക്കൊക്കെ ഇറങ്ങാൻ മടിയാണല്ലേ? ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് കയറിക്കൂടാമെന്ന് നീ വിചാരിച്ചു അല്ലേ? ജയപാലൻ പുച്ഛത്തോടെ അവരെ നോക്കി. ജയപാലൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാ. നിനക്കൊക്കെ അറിയാലോ. മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിടും. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന രഘുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇതെന്താ ജയബാല, വെള്ളരിക്ക പട്ടണോ? നീ ആരുടെ ഇങ്ങനെ ഇറങ്ങിപ്പോവാനൊക്കെ പറയുന്നത്? ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഔട്ട് ഹൗസാ. ഇവിടെ ആരെ താമസിപ്പിക്കണം, ആരെ പറഞ്ഞയക്കണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, നീയല്ല. നീ എന്തിനാ ഇവിടെ കിടന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? ജയബാലൻ രഘുവിനെ നോക്കി പുച്ഛിച്ചു. അല്ല, ഇതാരാ? എന്താ നിങ്ങളുമായിട്ടുള്ള ഇവരുടെ ബന്ധം? അതിന് മറുപടി പറഞ്ഞത് ശാരദയാണ്. അവരുടെ ശബ്ദം സങ്കടം കൊണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു. എൻ്റെ ഭർത്താവിനെ കൊന്നവനാണ് ഈ നിൽക്കുന്നത്. അത് കേട്ടതും രഘുവിൻ്റെ അംബികാമയും അങ്ങ് നടുങ്ങിപ്പോയി. ഒരു കൊലപാതകി. വിനീതിന് കൂടുതൽ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ ജയബാല. ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ വലിയ ഷോ ഒന്നും കാണിക്കരുത്. കാണിച്ചാലുണ്ടല്ലോ എന്ത് ചെയ്യും നീ എന്ന് ചോദിച്ചുകൊണ്ട് ജയബാലൻ വിനീതിന്റെ കോളറിനങ്ങ് കുത്തിനെ പിടിച്ചു. അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. വിനീതും തിരിച്ചടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ബഹളവുമായി. ഇതിനിടയിലേക്കാണ് കാവേരി ഓടിക്കയറി വരുന്നത്. മര്യാദക്ക് പോയിക്കോളണ ജയബാല, അവൾ അലറി. പക്ഷേ അയാൾ കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല. കാവേരി അയാൾ തള്ളിമാറ്റാൻ നോക്കി. പിന്നെ അവിടെ നടന്ന് കാവേരിയുടെ ആ ഒരു താണ്ഡവമായിരുന്നു. അവൾക്ക് എവിടെയാണ് ഇത്രയധികം ധൈര്യം വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. തൻ്റെ അച്ഛൻ്റെ ഘാതകനോടുള്ള വർഷങ്ങളായിട്ടുള്ള പക മുഴുവൻ അവളുടെ കയ്യിലങ്ങ് ഇരിച്ചു കയറി. കാവേരി ജയപാലിൻ്റെ മുഖം അടിച്ച് ഒറ്റൊന്നങ്ങ് പൊട്ടിച്ചു. ഒപ്പം ഗംഗയും യമുനയും കൂടി ചേർന്നു. പെണ്ണുങ്ങൾ 3 പേരും കൂടി ആ നരാധമെങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ജയപാലിനെ അടിച്ചൊരു പരുവമാക്കി അവർ മുറ്റത്തേക്കങ്ങ് തള്ളിയിടാണ്. ദേ, മര്യാദക്ക് പോയിക്കോളാം. നിന്റെ പൊടി പോലും ഇനി ഇവിടെ കണ്ടേക്കരുത്. കാവേരിയുടെ ശബ്ദം ആ തറവാട്ട് മുറ്റത്തേക്ക് മുഴങ്ങിക്കേട്ടു. അംബികാമയും രഘുവും ഈ രംഗങ്ങളൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. അടിക്കൊണ്ട് നിലത്ത് വീണ ജയപാലൻ പല്ലെറുമ്പിക്കൊണ്ട് എഴുന്നേറ്റു. അയാൾക്ക് തനിക്കുണ്ടായ അപമാനം സഹിക്കാൻ കഴിയുന്നില്ല. അയാൾ നേരെ ചെന്ന് രഘുവിൻ്റെ അടുത്തേക്കാണ്. മര്യാദക്ക് ഇവറ്റകളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടോ. കുറച്ച് സമയം കൂടി ഞാൻ തരും, അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഞാൻ ശരിക്കങ്ങ് ബുൾഡോസർ കയറ്റിയിട്ട് ഇവിടേക്കങ്ങ് അടിച്ച് നിരപ്പാക്കും. അത്രയും ഗർജിച്ചുകൊണ്ട് ജയപാലൻ നേരെ രഘുവിൻ്റെ കോളറിനങ്ങ് കുത്തിരി പിടിച്ചു. പ്രായമായ മനുഷ്യൻ അയാൾ ക്രൂരമായങ്ങ് തള്ളി മാറ്റി. രഘുവിൻ്റെ ദേഹത്ത് ജയപാലിൻ്റെ കൈ പതിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരാൾ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. എൻ്റെ മുത്തശ്ശൻ്റെ ദേഹത്ത് കൈവെക്കുന്നോടാ നീ? ഗാംഭീര്യമുള്ള ആ ഒരു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. നരയൻ. രഘുവിൻ്റെ പേരക്കുട്ടി നരയൻ ആക്രോശിച്ചുകൊണ്ട് തന്നെ ജയപാലിൻ്റെ നേർക്കങ്ങ് കുതിച്ചു ചാടി. ജയപാലിന് എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപേ തന്നെ നരേൻ്റെ അടിയേറ്റ് ഇരുത്തി വീണതുപോലെ തന്നെ അയാൾ അങ്ങ് താഴേക്ക് വീണു. കാവേരിയും മറ്റുള്ളവരും ശ്വാസം മടക്കി പിടിച്ചുകൊണ്ടാണ് ആ ഒരു കാഴ്ച കണ്ട് നിൽക്കുന്നത്. നരേൻ്റെ ഓരോ ഇടിലും വല്ലാത്തൊരു കരുത്തുണ്ടായിരുന്നു. ഇത്രയും കാലം തങ്ങളെ വേട്ടയാടിയ ആ ദുഷ്ടൻ ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ഇങ്ങനെ അടി വാങ്ങി അവശാനാകുന്നത് കാവേരി അന്താളിപ്പോടുകൂടെ നോക്കി നിന്നു. ജയപാലൻ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്ര പെട്ടെന്ന് നീ ഇവിടെ എത്തുമെന്നും എന്താണെങ്കിലും നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോ. നരയൻ അയാളുടെ കഴുത്തിനങ്ങ് കുത്തിരി പിടിച്ചുയർത്തി. ജയബാല, ഞാനും നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പോയി ഇടിച്ചു നിരട്ടതാ നീ. ബുൾഡോസർ കൊണ്ടുവന്ന് നീ ഇവിടെ നിന്ന് ഇടിച്ചു നിർത്ത്. അതിനു വേണ്ടിയാണോ ഞാനും ഇവിടെ കാത്തു നിൽക്കുന്നടാ? നരയൻ ജയബാലിനെ വീണ്ടും തൂക്കിയെടുത്ത് അയാളുടെ കർണത്തെങ്ങ് താഴെയിട്ടു. ഇത് സ്ഥലം വേറെയാ ജയബാല, നിനക്ക് മനസ്സിലായില്ല. പുലിമടയിലേക്കാ നീ വന്ന് കയറിയിരിക്കുന്നത് എന്ന കാര്യം അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്തിരി കൂടി കഴിയണം. തലങ്ങും വിലങ്ങും നരയൻ അടിച്ചു. ജയപാലിന്റെ മുഖത്തു നിന്നും ചോര പൊടിയാൻ തുടങ്ങി. അയാൾ അക്ഷരാർത്ഥത്തിൽ ഇഞ്ചു പരുവമായിരുന്നു. ഇത് കണ്ടു ഭയന്ന അംബികാമ ഓടി വന്നു. എടാ മോനെ, വേണ്ട വേണ്ട, മതി, അവനെങ്ങ് വിട്ടേക്ക്. അംബികാമ തടയാൻ ശ്രമിച്ചു. രഘുവും പറഞ്ഞു, വേണ്ടടാ മോനെ, അവനെ വെറുതെ വിട്ടേക്ക്. ഈ മുറ്റത്ത് കിടന്ന് അവനങ്ങ് ചാകണ്ട. നരയൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ജയപാലിനെ നിലത്തേക്കങ്ങ് വലിച്ചെറിഞ്ഞു. ദേ, എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. മേലാൽ ഇനി ഇങ്ങോട്ടേക്ക് വന്നാലുണ്ടല്ലോ, പിന്നെ പെണ്ണുങ്ങൾ നേരെ കൈപ്പൊക്കിയിട്ട് വന്ന നിന്റെ ഈ കൈ ഞാനങ്ങ് വെട്ടിയെടുക്കും.
നീ ആരാടാന്ന് നിന്റെ വിചാരം? നാണം കെത്ത് വേദന കൊണ്ട് പൊളിഞ്ഞ് ജയബാലൻ അവിടെ നിന്നും വേച്ചുകൊണ്ടങ്ങ് എഴുന്നേറ്റ് നടന്നു പോവാണ്. അയാൾ ഗേറ്റിൽ കിടന്ന് മറയുന്നതുവരെ ആരും ഒന്നും മിണ്ടിയില്ല. ജയബാലൻ പോയതിനു ശേഷം നരേൻ ശാരദാമ്മയുടെയും കാവേരിയുടെയും നേരെ തിരിഞ്ഞു. അപ്പോഴാണ് അവന്റെ മുഖത്ത് ദേഷ്യം അല്പമൊന്ന് ശ്രമിച്ചത്. അല്ല, എന്തിനാ ഇയാൾ ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ കാരണം? നരേൻ ചോദിച്ചു. ശാരദ നിറഞ്ഞ കണ്ണുകൂടെ തന്റെ ഭൂതകാലം മുഴുവൻ നരേനോടും രഘുവിനോടും പറഞ്ഞു. അരവിന്ദേട്ടനെ ജയബാലൻ ക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയെന്നും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ വർഷങ്ങളായി വേട്ടയാടിക്കൊണ്ടിരുന്നുവെന്നും അവർ വിവരിച്ചു. ജയബാലൻ ആരാണെന്നും എന്താണെന്നും അവൾ എന്തിനാണ് ഈ പാവങ്ങളെ പിന്തുടരുന്നത് എന്നും നരേനും കുടുംബത്തിനും വ്യക്തമായി തന്നെ മനസ്സിലായിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രഘുവിന്റെ കണ്ണിലും സഹതാപം നിറഞ്ഞു. അദ്ദേഹം ശാന്തമായി തന്നെ ശാരദയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒന്നിനെയും പേടിക്കണ്ട. നിങ്ങൾ ആരെ ഇവിടെ നിന്നും ഇറക്കിവിടാനും പോകുന്നില്ല. ഇതെന്റെ വീടാണ്. ഇവിടെ ആര് താമസിക്കണം, എന്ത് വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും, ജയബാലനല്ല. ഇത് കേട്ട നരേൻ കൂട്ടിച്ചേർത്തു. ഇത്രയും കാലം എനിക്ക് ഇങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. ഇവനെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി അയാൾ ഇങ്ങോട്ടേക്ക് വരട്ടെ. അയാളുടെ പൊടി പോലും ഞാൻ ഇവിടെ ബാക്കി വെച്ചേക്കില്ല. തന്റെ വാക്കുകൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നരേൻ അവിടെ നിന്ന് നോക്കിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. കാവേരി ഒരു നിമിഷം ആ പോകുന്ന വഴിയെ തന്നെ നോക്കി നിശ്ചലമായി നിന്നുപോയി. ഒരിക്കലും അവൾ ഇങ്ങനൊരു മഹാമാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വരെ ദൈവം നേരിട്ട് അയച്ച ഒരു കാവൽമാലാകെ പോലെയാണ് നരേനെ അവൾക്ക് തോന്നിയത്. തങ്ങൾ എവിടെയോ ചെന്നെത്തേണ്ടതാണ്. ആ കൃത്യസമയത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് കാവേരിയുടെ മനസ്സ് മന്ത്രിച്ചു. ഇനി ജയബാലിനുള്ള പണി ഇവിടെയാണ് തുടങ്ങാൻ പോകുന്നത്. പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം അവളുടെ കണ്ണിലങ്ങ് മിന്നി മറഞ്ഞു. അങ്ങനെ പലവിധ ചിന്തകളിൽ അടഞ്ഞിരിക്കുന്ന ആ ഒരു ദുരൂഹമായ മുറിയെക്കുറിച്ചും ഭയം പോലും മറന്ന് കാവേരി തന്റെ കുടുംബത്തിനൊപ്പം ആ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. ജയബാലിന് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ കാലം കാത്തുവെച്ച വലിയൊരു മറുപടി തന്നെയാണ്. ആ തറവാട്ടിലെ നിഗൂഢതകളും നരേന്റെ സംരക്ഷണവും കാവേരിയുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുന്നതായിരുന്നു. മാനം കറുത്തിരുണ്ടു. ദൂരെ എവിടെയോ അങ്ങനെ ഇടിയുടെ ശബ്ദം മുഴങ്ങി. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ് മാത്രമായിരുന്നു അങ്ങത്. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയൽ ഇനി അടുത്ത ആഴ്ചയിലൊക്കെ വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ചുടനെ വരാം. ബൈ.